ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേന. 1 മിനിറ്റ് ചാർട്ടിലൂടെ, അതായത് 1 മിനിറ്റ് ചാർട്ടിലൂടെ എത്രത്തോളം നമുക്ക് സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാൻ പറ്റും, ഇതിൽ കറക്റ്റായിട്ട് എൻട്രിയും എക്സിറ്റും റിവേഴ്സലും കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഇന്നത്തെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൻ്റെ പെർഫോമൻസിലൂടെ കാണിച്ചു തരാം. ഇന്ന് മാർക്കറ്റ് വലിയ ഫ്ലക്ച്വേഷൻ ഉള്ള മാർക്കറ്റായിരുന്നു. ഇപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ 5 മിനിറ്റ്സിലെ പെർഫോമൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് മാർക്കറ്റ് രാവിലെ തുടങ്ങി മാർക്കറ്റ് അടിച്ചിറങ്ങി അതേപോലെ തന്നെ തിരിച്ചു കയറി പെട്ടെന്ന് തന്നെ, അതായത് മാർക്കറ്റ് പെട്ടെന്ന് തന്നെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയും തന്നെ മാർക്കറ്റ് റിവേഴ്സ് അടിക്കുന്നുമുണ്ട്. അപ്പം മാർക്കറ്റ് റേഞ്ചിലാണ്, എന്നാലും പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യത്തിൽ നമുക്ക് 5 മിനിറ്റ്സിനേക്കാളും കൂടുതൽ 1 മിനിറ്റ് വെച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും മിനിറ്റ് വൈസ് സ്ട്രാറ്റജിയിലൂടെ. അതിന് മിനിറ്റ് വൈസ് സ്ട്രാറ്റജി റിസ്ക്കിയാണ്, എല്ലാ സിഗ്നലും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഏതൊക്കെ സിഗ്നൽ ഇതിനകത്ത് പിക്ക് ചെയ്യാം, എങ്ങനെ ഒരു ട്രേഡ് എടുക്കണം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ 23,800 പുട്ട് ഓപ്ഷൻ ലാസ്റ്റ് വന്ന ആ സിഗ്നലിൽ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. 80-85 പോയിന്റ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന ആ ട്രേഡിൽ നിന്ന് രണ്ട് ട്രേഡ് പിടിച്ചിട്ടുണ്ട്. 227 നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയ 333. അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെയും ബാക്ക് അടിച്ച് 315 പിന്നെയും കയറി അവിടെ നിന്ന് 376 വരെ പിന്നെ ട്രേഡ് പോയിട്ട് ഇപ്പോൾ തിരിച്ച് വന്ന് പിന്നെയും കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ കട്ട് ചെയ്താൽ പിന്നെയും കയറും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പിന്നെ എൻട്രി എടുക്കാം. ആ സമയത്ത് റീ എൻട്രി തരികയും ചെയ്യും നമ്മുടെ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിനകത്ത് ഒരു ട്രേഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രേഡ് എവിടെ എടുക്കണമെന്ന് കറക്റ്റായിട്ട് പിടികിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ്, വർക്കൗട്ട് ചെയ്യുന്ന സ്ട്രാറ്റജി സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം, ജസ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടിലൂടെ കാണിച്ചു തരാം. പിന്നെ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വന്ന സെൽ സിഗ്നൽ ഡീറ്റെയിൽസ് ആണ്. ഇതാണ് സെല്ല്, ഇതാണ് ബൈ. ഇപ്പോൾ ഇതിനകത്ത് ഗ്രീൻ കളറാണ് ബൈ സിഗ്നൽ വരുന്നത്, റെഡ് ആണ് സെല്ല് വരുന്നത്. അപ്പോൾ സെല്ല് നമുക്ക് സിഗ്നൽ തന്നത് അപ്രോക്സിമേറ്റ് 1.49 എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ അപ്പം തന്നെ കൺഫേം ആയിരുന്നു, കാരണം സിഗ്നൽ വന്ന സമയത്ത് താഴെ കൺഫർമേഷൻ ബാർ റെഡ് ആയിരുന്നു, ക്യാൻഡിൽ കളർ റെഡ് ആയിരുന്നു. അവിടെ നിന്ന് സപ്പോർട്ട് അടിച്ചിട്ടാണ് താഴ്ത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എടുത്തില്ലെങ്കിൽ തിരിച്ച് പിന്നെ ഇവിടം വരെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറി. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ട്രേഡ് പിടിക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് 23,524 നമുക്ക് പിന്നെ ഇറങ്ങി. അപ്പോൾ 23,500, 600, 700, 800 നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കയ്യിലെ മാർജിൻ പോലെ പുട്ടെടുക്കാം, നമുക്ക് എത്ര റേറ്റ് വെച്ചിട്ട്. ഇപ്പോൾ ഇതിനകത്ത് 300, 600 എടുത്ത് വെച്ചിട്ടുണ്ട്, 800 ഉണ്ട്. അപ്പോൾ 600 നോക്കുന്നതെങ്കിൽ ലാസ്റ്റ് വന്ന നമുക്ക് ബൈ സിഗ്നലിൽ പുട്ട് ഓപ്ഷൻ്റെ 152 വന്നിട്ടുണ്ട്. 152 വന്നതിൻ്റെ ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ അപ്പം തന്നെ കൺഫേം ആയിരുന്നു. നമുക്ക് അവിടുന്ന് 160 ബ്രേക്കൗട്ട് പോയിട്ട് നമ്മൾ നേരെ കയറി 186 ഒറ്റയടിക്ക് കയറിപ്പോയി. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി അവിടുന്ന് ഒരു 83 പിന്നെയും കയറി അവിടുന്ന് പിന്നെ നമുക്ക് ആ ബ്രേക്കൗട്ട് പോയിന്റ് 233 വരെയാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ തിരിച്ചിറങ്ങി പിന്നെയും കയറാൻ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ഇപ്പം കട്ട് ചെയ്താൽ തിരിച്ച് പിന്നെയും കയറും മാർക്കറ്റ്. ഓക്കെ, എന്നാൽ സിമ്പിളാണ്. സിഗ്നൽ കൺഫർമേഷൻ പെട്ടെന്ന് വന്നാൽ അപ്പം തന്നെ ബ്രേക്കൗട്ട് പോകും. അതിനകത്ത് അഥവാ നമ്മൾ സിഗ്നൽ വന്ന് റിവേഴ്സ് പോയാലും നമുക്ക് കളർ ചേഞ്ച് മാറിയിട്ട് നമുക്ക് അവിടെ സിഗ്നൽ റിവേഴ്സ് ആണെന്നുള്ള കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ സിഗ്നൽ പെട്ടെന്ന് തന്നെ കൺഫേം റെസിസ്റ്റൻസ് കട്ട് ചെയ്യുന്ന നല്ല ആക്യുറേറ്റ് സിഗ്നൽസ് ആണ് പതിവ്. ഓക്കെ, അഥവാ നമുക്ക് സിഗ്നൽ എടുത്ത് റിവേഴ്സ് പോയാലും കളർ ചേഞ്ച് വന്ന് നമുക്ക് എക്സ്ട്രാ കളർ കാണിച്ചു തരും. പിന്നത്തെ പുട്ട് ഓപ്ഷൻ നോക്കിയാൽ നല്ലൊരു ഹൈക്ക് പോറിയിട്ടുണ്ട്, നമുക്ക് ഹൈക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ഇതിനിടയ്ക്കൊരു ബൈ വന്നെങ്കിൽ ഒരുപാട് കയറാതെ തിരിച്ചിറങ്ങി. പിന്നെ അവിടെ കുറേ നേരം സെല്ല് തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡൗൺ ഇറങ്ങി പിന്നെയും കയറി പിന്നെ ഇറങ്ങി. അപ്പോൾ നല്ലൊരു ഡൗൺ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരു ബൈ സിഗ്നലും ഉണ്ടായിരുന്നു. ബൈ നല്ല റെസിസ്റ്റൻസ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ വലിയ ഫ്ലക്ച്വേഷൻ ആയിരുന്നു മാർക്കറ്റിൽ. ഇറങ്ങാൻ നോക്കിയിട്ട് പിന്നെ തിരിച്ച് കയറി, പിന്നെ ഭയങ്കര ഫ്ലക്ച്വേഷൻ അടിച്ചിട്ടാണ് പിന്നെ ലാസ്റ്റ് കയറിയത്. അതായത് മാർക്കറ്റ് രാവിലെ നല്ലൊരു കയറ്റമിറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നല്ല ബ്രേക്കൗട്ട് എങ്ങനെ ഇതുപോലെ കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ ഒരു ബൈ ട്രേഡ് നമ്മൾ ഇവിടെ നിന്ന് മിസ്സാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് പിന്നെയും കയറിയിട്ടുണ്ട്. അപ്പോൾ 2 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അത് സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കാൻ ആ റെസിസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത് വെച്ച് നമുക്ക് ലെങ്ത് വെച്ച് മനസ്സിലാക്കാം. നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവായിട്ട് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ്റെ ചാർട്ടും കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. സിഗ്നൽസ് കൺഫേം ആയി, അതായത് കൺഫേം ആയി റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് കളർ ചേഞ്ച് കാണിച്ചു തരും. പുതിയ സിഗ്നൽ വന്ന ഡീറ്റെയിൽസ് നമുക്ക് മേളിലും താഴെ ഉണ്ടാവും. ഇത് കൺഫേം ആണ്, ചെക്ക് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.